അപ്പം പഞ്ചായത്തിലെ നമ്മുടെ പുതിയ സ്ഥാനാർത്ഥികളോടാണ് പറയുന്നത്. നിങ്ങൾ പലർക്കും ടെൻഷൻ ഉണ്ട്, വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ടെൻഷൻ, അവർ അത് പറയുമ്പോൾ ടെൻഷൻ, ഇത് പറയുമ്പോൾ ടെൻഷൻ ഉണ്ട് എന്നൊക്കെ ഇന്നലത്തെ മീറ്റിങ്ങിലാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ സമയത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഓക്കെ, ഷീബ എന്തിനാ ഇന്നലെ വൈകുന്നേരം ഓഫീസിൽ വന്നിട്ട് കരഞ്ഞെന്നൊക്കെ കേട്ടു. ഷീബയുടെ വീട്ടുകാരെ പറഞ്ഞു. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഷീബ നമ്മളെ അച്ഛനെയും അമ്മേനെയും ഭർത്താവിനെയും മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ സഹോദരങ്ങളെയൊക്കെ പറയും മറ്റുള്ളവർ. നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയത്, അല്ല നമ്മളൊന്ന് നാട്ടുകാരെ നന്നാക്കി ഇറങ്ങിയതാണോ? അതങ്ങ് ആലോചിച്ചാൽ മതി. പറയുന്നവർ പറയട്ടെ, ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിടുക. ഓക്കെ, പിന്നെ അതെന്ത് പറഞ്ഞാലും നമ്മൾ ചിരിച്ച് നിൽക്കുക. ഓക്കെ, എല്ലാവരോടായിട്ടും നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ചിരിച്ച് നിൽക്കുക. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഇനി സങ്കട സിറ്റുവേഷനിൽ പോയിട്ട് ചിരിച്ച് നിൽക്കണം എന്നല്ല, നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് സങ്കടം എല്ലായിടത്തിലൊക്കെ പോയി അവരെ കൂടെ അങ്ങോട്ട് നിൽക്കുക. ഭയങ്കര സങ്കടമൊക്കെ അങ്ങോട്ട് അഭിനയിക്കണ്ട. അഭിനയത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നത് മൂളെ അങ്ങോട്ട് കേൾക്കുക. നമ്മൾ ചിലപ്പോൾ വേറെ ലോകത്തൊക്കെ ആയിരിക്കും. അവർ കക്കൂസ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, കക്കൂസ് പിന്നെ അടുക്കള ഉണ്ടാക്കി കൊടുക്കണം, അത് ഉണ്ടാക്കണം, ഇത് ഉണ്ടാക്കണം, വഴിയില്ല, അതില്ല എന്നൊക്കെ ഇല്ലാന്നേ പറയുള്ളൂ. അപ്പോൾ അതൊക്കെ നടത്തി കൊടുക്കണം, അങ്ങോട്ട് പറഞ്ഞാൽ മതി നമ്മൾ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാവ് എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഈ നാവാണ് നമ്മൾ ആയുധം എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാലോ. ഈ നാവ് കൊണ്ട് നമ്മളിങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതില്ല അവരെ അങ്ങോട്ട് വീഴ്ത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാഹനത്തിൻ്റെ കാര്യമാണോ? അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ, ചോദിച്ചാൽ നന്നായി. വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൂത്തിലേക്ക് നമ്മളെ എല്ലാവരെയും കാറിൽ തന്നെ കൊണ്ടുവരണം. നമ്മൾ ആരും ഒരു ഓട്ടോയിൽ ഈ പ്രാവശ്യം കൊണ്ടുവരരുത്. കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോയിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കര പ്രശ്നം, കുലുങ്ങിയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം വേറെ പാർട്ടിക്കാണ് ചെയ്തു പോയത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും കാർ അറേഞ്ച് ചെയ്യാം മാക്സിമം. നല്ല കാർ തന്നെ ആയിക്കോട്ടെ കേട്ടോ. പിന്നെ അവരെങ്ങനെ വീട്ടിലങ്ങ് പോയിക്കോളൂ. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ കാര്യം നമ്മൾ നോക്കണ്ട. അവർ നടന്നോ കിടന്നോ എങ്ങനെ വേണമെങ്കിലും പോയിക്കോളൂ. ഓക്കെ, അപ്പോൾ കാർ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്കിനി രാവും പകലും ഇല്ലാതെ ഇതിനു വേണ്ടി തന്നെ കഷ്ടപ്പെടുക. ജയിക്കും, നമ്മളാണ് ജയിക്കുക എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ കഷ്ടപ്പെടുക. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചപ്പോൾ നമ്മളിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കണം. അതൊക്കെ അവർ മറക്കും. അതാണ് മനുഷ്യന്മാർ. 5 കൊല്ലാകുമ്പോഴത്തേക്ക് അവരതൊക്കെ അങ്ങ് മറക്കും. ഓക്കെ.